നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. CPM-നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടാണ് ജി സുധാകരൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകാൻ താൻ ഒരുക്കമല്ല എന്നുള്ള നിലയിൽ കടിച്ചുപിടിച്ച് നിൽക്കുമ്പോൾ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുധാകരന്റെ വീട്ടിൽ ആലപ്പുഴയിൽ നിന്നുള്ള CPM-ന്റെ പ്രമുഖ നേതാക്കളൊക്കെ എത്തിയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ തന്റെ വീട്ടിലേക്ക് നേതാക്കൾ എത്തുമ്പോൾ ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഞാൻ ഇതിനു മുൻപ് പലതവണ അപമാനിക്കപ്പെട്ടു, അപ്പോഴൊക്കെ ഈ നേതാക്കൾ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഇന്നിപ്പോൾ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പിണറായി അവിടെ എത്തിയിട്ടുണ്ട്. ജി സുധാകരനെ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് പാർട്ടി പരിപാടി നടന്നപ്പോൾ പോലും ഒഴിവാക്കിയവർ ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. ആ നോട്ടീസിൽ പേര് വരെ എഴുതിയാണ് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊക്കെ ഈ മഞ്ഞുരുകാൻ സാധ്യതയുണ്ടോ? പാലം കടക്കാനുള്ള തത്രപ്പാടിലാണ് CPM. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പാലം അടുത്തെത്തി നിൽക്കുന്നു. സുധാകരൻ ആലപ്പുഴ ജില്ലയിൽ ഒരു ശക്തമായ സാന്നിധ്യമാണ്. അറ്റ്ലീസ്റ്റ് ക്രെഡിബിലിറ്റി ഉള്ളൊരു നേതാവാണ്. അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ലാത്ത ഒരു വിപ്ലവ സൂര്യനാണ് ജി സുധാകരൻ എന്ന് പറയാം. ആരും പെരുദോഷം പറയില്ല. കാര്യക്ഷമതയുടെ കാര്യത്തിൽ, അഴിമതി വിരുദ്ധതയുടെ കാര്യത്തിൽ, പ്രതിച്ഛായയുടെ കാര്യത്തിൽ ഒരു ബുദ്ധിജീവി കൂടിയായ, ഒരു കവി കൂടിയായ ജി സുധാകരൻ ഏറെ തലപ്പൊക്കത്തിൽ നിൽക്കുന്നു. ശരാശരി CPM നേതാക്കളെക്കാൾ വ്യത്യസ്തനാണ്, ഏറെ തലപ്പൊക്കത്തിൽ നിൽക്കുന്ന നേതാവുമാണ്. അങ്ങനെയൊരു വലിയ നേതാവിനെ ചില തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, ചില നയങ്ങൾ പറഞ്ഞുകൊണ്ട്, പ്രായപരിധി പറഞ്ഞുകൊണ്ട്, ടേം നിബന്ധന പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായി മാറ്റി നിർത്തി എന്ന ഒരു ചിന്ത സുധാകരനുണ്ട്. മുൻകാലത്ത് വിഭാഗീയതയുടെ കാലത്ത്, അതായത് പിണറായി പക്ഷവും അച്യുതാനന്ദൻ പക്ഷവും തകർത്താടിയ ഒരു കാലഘട്ടമുണ്ട്, 2000കളുടെ ആദ്യ ഭാഗം. അവിടെ സുധാകരൻ ഒരു നിലപാടെടുത്ത് നിന്നതാണ് പിണറായി വിജയനെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചൊരു പ്രധാന ഘടകം. അത്രയും കൃത്യമായ നിലപാടോട് നിന്ന ജി സുധാകരൻ പാർട്ടിയുടെ കണ്ണിലെ കരടായതാണോ, അതോ ഏറെ തലപ്പൊക്കത്തിൽ പോയാൽ ചില വൻ മരങ്ങളുടെ മേൽ കരിനിഴൽ വീഴ്ത്തുമോ എന്ന ഒരു സംശയമായിരിക്കാം. ഒരു അരക്ഷിത ബോധമാണ് വലിയ നേതാക്കളായ തോമസ് ഐസക്കിനെയും സുധാകരനെയും ഒക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയത്. അത് നമുക്ക് മനസ്സിലാക്കാം ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ. ആ പോളിസിയിൽ നിന്നും മോചനം ലഭിച്ചത് പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കര് മാത്രം. പക്ഷേ 5 വർഷം കടന്നിരിക്കുന്നു. ചിലർക്കൊക്കെ വീണ്ടും അനുവാദം കൊടുത്തു. വയസ്സിന്റെ കാര്യത്തിലുള്ള ഇളവുണ്ട്, ടേം നിബന്ധനയുടെ കാര്യത്തിൽ ഇളവുണ്ട്, ഒക്കെയുണ്ട്. സുധാകരൻ ഒരു ടേം മാറി നിന്നതിന് ശേഷം മത്സരിക്കാൻ സന്നദ്ധത, ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് പ്രകടിപ്പിക്കേണ്ടവരോട് തന്നെയാണ് പ്രകടിപ്പിച്ചത്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഒരിക്കൽ കൂടി തന്റെ അവസാനത്തെ ഒരു ഇലക്ട്രൽ അംഗമായിരിക്കും. സാമാന്യം തരക്കേടില്ലാത്ത ആരോഗ്യസ്ഥിതിയുള്ള ആൾ കൂടിയാണ് ജി സുധാകരൻ. അപ്പോൾ അതിൽ പരിഗണിച്ചില്ല എന്നത് മാത്രമല്ല, മണ്ഡലത്തിലെ അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ പരിധിയിൽ, ആലപ്പുഴ ജില്ലയുടെ ആകമാന പരിധിയിൽ വരുന്ന മിക്ക ചടങ്ങുകളിലേക്കും ജി സുധാകരൻ എന്ന മുൻ നേതാവിന്, മുൻ നേതാവ് എന്ന് പറയാനൊക്കില്ല, അദ്ദേഹം പാർട്ടിയുടെ ഭാഗം തന്നെയല്ലേ, നേതാവിന്, മുൻ മന്ത്രിക്ക്, DYFIയുടെ പണ്ടത്തെ വൻ നേതാവാണ്, അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളാണ്, അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ എന്തിന് അടിയന്തരാവസ്ഥ, ആലപ്പുഴ ജില്ലയിൽ അടിയന്തരാവസ്ഥയുടെ പീഡനം അനുഭവിച്ച, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അത്യപൂർവ നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഒരു കല്ലെറിഞ്ഞാൽ ഉള്ള അകലത്തിൽ സംഭവിച്ച ആ ഒരു കൂട്ടായ്മയിൽ, യോഗത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം പോലും ലഭിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനർത്ഥം എന്താണ്? മനഃപൂർവ്വമായി ജില്ലാ നേതൃത്വം മാറ്റി നിർത്തുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ മൗന അനുവാദമുണ്ട് എന്നല്ലേ അതിനർത്ഥം? ഇത് സുധാകരന്റെ മാത്രം വിഷയമാണോ? ആയിഷ പോറ്റിയും സമാനമായ കാര്യമല്ലേ പറയുന്നത്? 3 ടൈം MLA കൊട്ടാരക്കര, CPM-ന് അഭിമാനകരമായ, ബാലകൃഷ്ണപിള്ള തട്ടകമാക്കി വെച്ചിരുന്ന കൊട്ടാരക്കര മണ്ഡലത്തിൽ അഭിമാനകരമായ വിജയം നേടിത്തുന്ന ആയിഷ പോറ്റി, കറകളഞ്ഞ വ്യക്തിത്വമുള്ള ആയിഷ പോറ്റി സമാനമായ രീതിയിൽ പാർട്ടി ചടങ്ങിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു. ലോക്കൽ സഖാക്കന്മാരുടെ ലീലാവിലാസങ്ങളാണ്. അങ്ങനെ പല മേഖലകളിലും വിട്ടുനിർത്തലുകൾ, ഒരു വ്യാപകമായ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ വിട്ടുനിർത്തലല്ല, അങ്ങനെയുള്ള ഒഴിവാക്കലുകൾ, ഇത് ഒരുപാട് ഹൃദയങ്ങളെ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഹൃദയമുള്ള ഒരുപാട് പേരെ വ്രണത ഹൃദയരാക്കി. അതിന്റെ പ്രതിഫലനം പലരും പൂർണ്ണമായി കീഴടങ്ങി ശിഷ്ട ജീവിതം, പത്രവായനയും TV കാണലും ഒക്കെയായി, അല്ലെങ്കിൽ ഉല്ലാസ സവാരിയൊക്കെയായി അങ്ങ് കഴിച്ചുകൊള്ളാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ സുധാകരൻ ഈസ് എ ഫൈറ്റർ, ഈസ് എ ബോൺ ഫൈറ്റർ. അദ്ദേഹം തിരിഞ്ഞു നിന്നു. എന്തുകൊണ്ട്? ചോദിക്കാനുള്ള ഇടങ്ങളിൽ ചോദിച്ചു. ചോദിക്കാനുള്ള ഇടങ്ങളൊന്നുമില്ല. അദ്ദേഹത്തെ
ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയത്, അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചോളാനാണ് പറയുന്നത്. ഇപ്പോൾ സുധാകരൻ പറഞ്ഞു ഞാൻ ഏത് ബ്രാഞ്ചിലാണെന്ന് പോലും എനിക്ക് വലിയ നിശ്ചയമില്ല, കൃത്യമായി ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്നും മാറി മെമ്പർഷിപ്പ് പുതുക്കാൻ പോലും തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് പ്രക്ഷോഭം സൂചിപ്പിച്ച അനുനയ നീക്കം. അയ്യോ, ഇതിപ്പോ പുലിവാലാകുന്നു. സുധാകരൻ കേരളമറിയാണ് അമ്പലപ്പുഴയിലെ വിജയമല്ല ഇവിടെ വിഷയം, ആലപ്പുഴ ജില്ലയുടെ മാത്രം വിഷയമല്ല, ഇത് കേരളമൊട്ടാകെ CPM ഏറ്റവും സംശുദ്ധമായ നേതാക്കളെ മാറ്റി നിർത്തി കള്ളന്മാരുടെ ഒരു കൂടാരമായി, അല്ലെങ്കിൽ അഴിമതിക്കാരുടെ ഒരു കൂടാരമായി മാറുന്നു എന്ന വ്യാപകമായ പ്രചരണം പ്രതിപക്ഷം ഒരുപക്ഷെ കൊണ്ടുവരും. ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ സഹായത്തോടുകൂടി സുധാകരൻ ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റായി അമ്പലപ്പുഴയിൽ മത്സരിക്കാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ മാധ്യമ ലോകം ചർച്ച ചെയ്തു. ഒരുപക്ഷെ അതും ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റായി ജീവിച്ചു, കമ്മ്യൂണിസ്റ്റായി മരിക്കാൻ തന്നെയാവും തീരുമാനം. അങ്ങനെ കോൺഗ്രസുമായി കൂട്ടുകൂടി അദ്ദേഹത്തിന്റെ ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു നേർവര അത് ലംഘിക്കാൻ ഒരു പക്ഷേ അദ്ദേഹം തയ്യാറാവും. CPM മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ CPM മാത്രമല്ല, RSP കമ്മ്യൂണിസ്റ്റ് അല്ലേ, CPI കമ്മ്യൂണിസ്റ്റ് അല്ലേ, എത്രയോ കമ്മ്യൂണിസ്റ്റ് കക്ഷികളുണ്ട്, CMP കമ്മ്യൂണിസ്റ്റ് അല്ലേ, RMP കമ്മ്യൂണിസ്റ്റ് അല്ലേ, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്, ഒരു പേരിൽ മാത്രമാണ് വ്യത്യാസം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികത മനസ്സിൽ ഒളിപ്പിച്ച, അത് ഉള്ളിൽ വളരെ ആഴത്തിൽ പതിഞ്ഞ സുധാകരൻ ഒരുപക്ഷെ അങ്ങനെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. പക്ഷേ സുധാകരൻ വഴങ്ങാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷേ ഞാൻ കീഴടങ്ങാൻ തയ്യാറാവില്ല. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷേ ഞാൻ ഉയർത്തിയ ആശയങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഞാൻ ഉയർത്തിയ നന്മയുടെ വശങ്ങൾ. ഇപ്പോൾ ഇതാ ക്രൗണി ക്യാപിറ്റലിസത്തിന്റെ നാളുകളാണ് അല്ലെ, ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ നാളുകളാണ്. ആ ഒരു നാളുകളിൽ സുധാകരനെ പോലെ ഒരു നേരെ വാ നേരെ പോ എന്ന് പറയുന്ന ഒരു നേതാവിന് എത്രത്തോളം പാർട്ടിയിൽ സ്ഥാനമുണ്ട് എന്ന ചോദ്യം വീണ്ടും വീണ്ടും പാർട്ടിക്ക് അകത്തു നിന്നും പുറത്തു നിന്നും ഉയരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് സുധാകരൻ വഴങ്ങാതെ നിൽക്കുന്ന. പാർട്ടി ജനറൽ സെക്രട്ടറി പോലും തള്ളിപ്പറഞ്ഞ രീതിയിലാണ്, ഒരു പരിഹാസ ചിരിയാണ്. MV ഗോവിന്ദന്റെ ചുണ്ടിന്റെ അറ്റത്ത് ഒരു പരിഹാസ ചിരി. അത് ആർക്കും മനസ്സിലാകുന്നതാണ്. ഓ, സുധാകരൻ ഇത്രേ ഉള്ളൂ. ആ രീതിയിലാണ് പറഞ്ഞു വെച്ചത്. വാക്കുകൊണ്ട് പറയുന്നതിലല്ലല്ലോ, മുഖഭാവത്തിൽ, ആ പെരുമാറ്റത്തിൽ, ആ ചിരിയിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. മനസ്സിലാക്കാനുള്ള ബുദ്ധി സുധാകരനുമുണ്ട്, നമ്മുടെ നാട്ടിലെ പ്രബുദ്ധരായ ആളുകൾക്കുമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പാർട്ടിക്ക് താൻ അത്ര വേണ്ടപ്പെട്ടവനല്ല എന്ന് തോന്നുമ്പോൾ ഒരു അധികപ്പറ്റായി പാർട്ടിയിൽ കേവലം മെമ്പർഷിപ്പ് തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ ഉണ്ടെന്ന് മുഖ്യമന്ത്രി ഒരുപക്ഷെ സുധാകരനെ കാണാൻ ഒരു അവസരം ചോദിച്ചേക്കാം, പാലം ഉദ്ഘാടന വേളയിൽ ചോദിച്ചേക്കാം. വികസന പദ്ധതികൾ പലതും സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയതാണ്, പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയതിന്റെ പൂർത്തീകരണം പലതും നടന്നത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലാണ്. ഇതിലൊന്നിൽ പോലും സുധാകരനെ വിളിക്കുകയോ വേണ്ട രീതിയിൽ അംഗീകരിക്കുകയോ അക്നോളജ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതിനെല്ലാം ഉള്ളൊരു ചുരുക്ക് ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വന്ന് തോളിൽ തട്ടി സൗഹൃദം പങ്കിട്ടാൽ അങ്ങ് മാറുന്നതാണോ? അത്രയും ഉള്ളോ വിപ്ലവ വീര്യം? ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് സുധാകരൻ ഇപ്പോഴത്തെ നിലയിൽ വഴങ്ങുന്ന സൂചന ഒന്നും തന്നെ കാട്ടുന്നില്ല. ഇവിടെ ഈ MV ഗോവിന്ദന്റെ പുച്ഛച്ചിരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കണം. അതായത് MV ഗോവിന്ദൻ ഈ അടുത്ത കാലത്തായിട്ട് പുച്ഛച്ചിരി ഇച്ചിരി കൂടുതലാണ്. കാരണം മുൻപ് സുധാകരൻ, ആരാണ് സുധാകരൻ എന്നുവരെ ചോദിക്കുന്ന ഒരു നിലപാടിലേക്ക് പാർട്ടിയുടെ സെക്രട്ടറി എത്തിയിരുന്നു. ഈ കാര്യങ്ങൾ മിതത്വത്തോടെ കൈകാര്യം ചെയ്യാൻ ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കഴിവില്ലാതെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കോടിയേരി ബാലകൃഷ്ണനൊക്കെ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉയരുകയാണെങ്കിൽ അവരെ അനുനയിപ്പിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ MV ഗോവിന്ദന്റെ ഒരു നിലപാടിലേക്ക് വരുമ്പോൾ ഈ പിണറായിക്ക് മുൻപേ തനിക്ക് വെട്ടിനിരത്തേണ്ടവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി കാത്തിരിക്കുന്ന ഒരാളെ പോലെയാണ് MV ഗോവിന്ദന്റെ പെരുമാറ്റങ്ങളൊക്കെ. അതായത് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, ഏറ്റവും വലിയ തിരിച്ചടിയാണ് CPM ഉണ്ടായത്. അതായത് പഞ്ചായത്തുകളിൽ പോലും അടിപതറി പോകുന്ന CPM നമ്മൾ കണ്ടു. എന്നിട്ടും ഇവർ പഠിക്കാതെ, വിജയസാധ്യതയുള്ള നേതാക്കളെ ഉയർത്തി കാണിക്കാതെ പകരം ഇവരുടെ ശിങ്കിടികളായി നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നും ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ പാർട്ടി യോഗങ്ങളിൽ ഉയർന്നതായിരുന്നു. ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ തളിപ്പറമ്പിൽ നിർത്താനുള്ള ഒരു വലിയ നീക്കം നടന്നു. അതിൽ ഏകദേശം ഒന്ന് വിജയിച്ചു എന്ന് വേണം പറയാൻ. കാരണം തളിപ്പറമ്പിൽ PK ശ്യാമള നിൽക്കാൻ പോകുന്നു എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. P ജയരാജൻ എത്രയോ കാലങ്ങളായി PJ ആർമി, അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടണമെന്ന് വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ്. പക്ഷേ അദ്ദേഹത്തെയും വെട്ടിയൊതുക്കുന്നു. ശൈലജ ടീച്ചറിന് മട്ടന്നൂരിൽ സീറ്റ് ചോദിക്കുന്നു, എന്നാൽ അവിടെ കൊടുക്കാൻ മടി കാണിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ തോമസ് ഐസക്കിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഈ കണ്ണൂർ ലോബി അവർ തീരുമാനിക്കുന്നു, അവർ നടപ്പിലാക്കുന്നു. പക്ഷേ തൊട്ടിപ്പുറത്ത് ഈ തെക്കോട്ട് വരുമ്പോഴത്തേക്ക് CPM അടിപതറിക്കൊണ്ടിരിക്കുകയാണ്.
CPM-നെ കുറിച്ച് എന്തറിയാം പൊതുജനങ്ങൾക്ക്, CPM-ന് പുറത്തുള്ളവർക്ക് എന്തറിയാം, ഒരു വലിയ ചോദ്യമാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. CPM എന്ന കക്ഷി ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ, അതിന്റെ ഘടനയനുസരിച്ച് ജനാധിപത്യ കേന്ദ്രീകൃതം, ഡെമോക്രാറ്റിക് സെൻട്രലിസം, അതനുസരിച്ച് കൃത്യമായ മാർഗത്തിലൂടെ താഴെ ഘടകങ്ങൾ മേൽഘടകങ്ങളെ തിരഞ്ഞെടുത്ത് അവസാനം ജനറൽ സെക്രട്ടറി വരെ ആയിക്കഴിഞ്ഞാൽ ആ ജനറൽ സെക്രട്ടറിയുടെ അകത്താണ് അവസാന വാക്ക്. അദ്ദേഹത്തെ തിരുത്താനാവും, അദ്ദേഹത്തെ താഴെ ഘടകങ്ങൾക്ക് ഘടനാപരമായി തിരുത്താനാവും. പക്ഷേ ഇലക്ട് ചെയ്യപ്പെടുന്ന മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഇവരൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയിൽ, കമ്മ്യൂണിസ്റ്റ് അധികാര സമവാക്യങ്ങളിൽ ജനറൽ സെക്രട്ടറിയേക്കാൾ താഴെയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? മിസ്റ്റർ M.V. ഗോവിന്ദൻ എന്ന വ്യക്തി ശ്രീ പിണറായി വിജയന്റെ ജനറൽ സെക്രട്ടറി ആണോ അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആണോ എന്ന ചോദ്യം പലരും ചോദിക്കുന്ന രീതിയിലാണ് വരുന്നത്. കോടിയേരി ബാലകൃഷ്ണനും യഥാർത്ഥത്തിൽ ഒരു സംയമനത്തിന്റെ പാത പിണറായി വിജയനുമായി ഏറെ ചേർന്ന് നിന്ന ഒരാളാണ്. പക്ഷെ മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. V.S. അച്യുതാനന്ദൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന നായനാരുമായും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു ബലാബലം ഉണ്ടായിരുന്നു. ആർക്കാണ് ശക്തി എന്ന് ചോദിച്ചാൽ പാർട്ടിക്കുള്ളിലെ ശക്തി ജനറൽ സെക്രട്ടറിക്ക് തന്നെയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ തലപ്പത്തും ഭരണത്തിന്റെ തലപ്പത്തും ഒക്കെയുള്ള പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കേണ്ടി വരുന്നു. തിരുഹിതമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ ചിലപ്പോൾ ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ പരിഹാസച്ചിരി, അല്ലെങ്കിൽ മൗനം, അല്ലെങ്കിൽ ചില ആക്രമണോത്സുകത, ഇതെല്ലാം തന്നെ ഇവേസീവ് ടാറ്റിക്സ് ആണ്. ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനം കാണിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഇതൊക്കെ തന്നെയാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും സംഭവിക്കുന്നത്. ആ ഒരു തിരത്തള്ളലിൽ ഒരു വലിയ തിരക്കഥ ആടിത്തീർക്കുന്ന തിരക്കിലാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു KK ശൈലജ വലിയ ജനകീയ പ്രതിച്ഛായുള്ള നേതാവാണ്. മട്ടന്നൂരിൽ നിന്ന് 60,000-ൽ പരം വോട്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പിണറായി വിജയൻ ലഭിച്ചതിനേക്കാൾ, ധർമ്മടത്തിൽ ലഭിച്ചതിനേക്കാൾ ഏറെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന പൊതുസമ്മതിയായ ആളാണ്. ശരിയാണ്, ഷാഫി പറമ്പലിനോട് വടകര ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു എന്നത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. പോയി മത്സരിച്ച് പരാജയപ്പെടൂ. എവിടെയാണ്? KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേരാവൂർ മണ്ഡലത്തിൽ പോയി. ഇത് കോൺഗ്രസ് മണ്ഡലമാണ്, കോൺഗ്രസ് വിജയസാധ്യതയുള്ള മണ്ഡലമാണ്. അവിടെ പോയി മത്സരിക്കൂ. അപ്പൊ സുരക്ഷിതമായ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് മാറിപ്പോകൂ എന്ന് കൽപ്പന കൊടുത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും വലിയ വളർച്ച KK ശൈലജയ്ക്ക് ഉണ്ടാവരുത് എന്ന് നിർബന്ധമുള്ളതുപോലെ. പക്ഷേ പേരാവൂരിൽ ജയിച്ചു വരികയാണ്. ശൈലജ മാർക്കറ്റ് വാല്യൂ ഉയരും. അത് മറ്റൊരു കാര്യം. വടകരയിൽ സംഭവിച്ചില്ലല്ലോ. ഷാഫി പറമ്പലിനോട് 1 ലക്ഷത്തിൽ പരം വോട്ടിനാണ് ശൈലജ ടീച്ചർ തോറ്റു എന്ന് പറയുമ്പോൾ ഈ ശൈലജ ടീച്ചർ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഓറ, അത് ആ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായ ഒരു മണ്ഡലം ആവശ്യമുണ്ട്. അത് നൽകാൻ തയ്യാറല്ല. അതുപോലെ ജയരാജനായിരുന്നു P. ജയരാജൻ. ഈ ശാരീരിക പീഡനം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന് ഒരു കൈ പോലും തളർന്നു പോയതാണ് വെട്ടേറ്റ് RSSന്റെ ആക്രമണത്തിൽ. അങ്ങനെയുള്ള P. ജയരാജൻ ഇതിഹാസ തുല്യനായ നേതാവായിരുന്നു. കണ്ണൂര് 3 ജയരാജന്മാരാണ്. ഒന്ന് EP ജയരാജൻ, ചിറ്റപ്പൻ തണ്ടും തടിമിടുക്കുമുള്ള ശുദ്ധഹൃദയനായ ഒരാളാണ്. മറ്റൊന്ന് MV ജയരാജൻ, അവിടുത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജൻ. ഇത് P. ജയരാജന്റെ പേരിൽ ഒരു ആർമി തന്നെ ഉണ്ട്, PJ ആർമി. അതുകൊണ്ട് കണ്ണൂരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ജയരാജന്റെ നേതൃത്വത്തിലാണ്. കൊണ്ടും കൂട്ടത്തും ഒക്കെ വളരെ നമ്മുടെ പക്ഷത്ത് K. സുധാകരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും അങ്ങനെ നിന്നു. അങ്ങനെയുള്ളൊരു ഇതിഹാസ നായകനെയാണ് ഇപ്പോൾ ഒന്നുമില്ലാത്തവനായി മാറ്റി നിർത്തിയിരിക്കുന്നത്. ആരും അങ്ങനെ അങ്ങോട്ട് വളരണ്ട ഒരു പരുവത്തിൽ കൂടുതൽ. അതുകൊണ്ട് ഇത് കണ്ണൂർ ലോബി എന്ന് പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഒരു ചിന്താധാര, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാൻഡ് ഓഫ് പവർ, അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കണ്ണൂരെ പാർട്ടിയും മറ്റിടങ്ങളിലെ പാർട്ടിയും വിധിക്കപ്പെട്ടിരിക്കുന്നു. വിപ്ലവ മണ്ണ് തന്നെയാണല്ലോ ആലപ്പുഴയിലെ മണ്ണ്. ആലപ്പുഴയിലും വലിയ തോമസ് ഐസക്കിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. എത്രയോ വലിയ പ്രതിച്ഛായുള്ള ഒരു നേതാവാണ്. ഒരു വിഖ്യാതനായ ധനകാര്യമന്ത്രിയായിരുന്നു, ബുദ്ധിജീവിയാണ്. എല്ലാവരെയും സന്തോഷത്തോടു കൂടി കാണുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ മാറ്റി നിർത്തപ്പെടുന്നു, വെട്ടി നിർത്തപ്പെടുന്നു. അപ്പോൾ പിന്നെ എന്ത് തരം നേതൃത്വമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴുള്ളത്? ഇതൊരു വലിയ ചോദ്യചിഹ്നമായി മാറുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ DNA, കൾച്ചറൽ DNA, ഇക്കണോമിക് DNA, ജനിതക ഘടന തന്നെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസം എന്ന് വിളിക്കാനാവാത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടന തന്നെ മാറിപ്പോയിരിക്കുന്നു. അതൊരു തരം ഒരു ക്ലിക്ക് ആൻഡ് കോട്ടറി കൾച്ചറിലേക്ക് വന്നിരിക്കുന്നു. അധികാരം മാത്രം, ക്രോണി ക്യാപിറ്റലിസത്തിന്റെ സഹായത്തോടുകൂടി എങ്ങനെയും അധികാരം നേടുക, നിലനിർത്തുക, മുന്നോട്ട് പോവുക, കുറെ ഫ്രീ ബീസ് കൊടുക്കുക, കുറെ പേരെ ഈ അജ്ഞാനുവർത്തികളായി നിർത്തുക എന്ന രീതിയിലേക്ക് മാറിപ്പോയപ്പോൾ കേരളം ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അർഹിക്കുന്നു. കാരണം കേരളത്തിൽ ജൈവികമായി ഉയർന്നു വന്ന ഒരു റെസിസ്റ്റൻസ് കമ്മ്യൂണിസ്റ്റ് സ്പേസ് ഉണ്ട്, ശുദ്ധമായ ഒരു കമ്മ്യൂണിസ്റ്റ് സ്പേസ് ഉണ്ട്.
മുതലാളിത്തത്തിനെതിരെ എതിർക്കുന്ന, ചൂഷണത്തിനെതിരെ എതിർക്കുന്ന, പീഡനത്തെ എതിർക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സ്പേസ് ഉണ്ട്. അത് റെപ്രസെന്റ് ചെയ്യാൻ ഇന്ന് കക്ഷികൾ ഇടതുപക്ഷത്തില്ലാതെ പോകുന്നു എന്നത് വിധി വൈപരീത്യം എന്നേ പറയാനുള്ളൂ. ഈ എം വി ഗോവിന്ദൻ എത്ര പുച്ഛിച്ച് തള്ളുന്നത് പോലെ എത്ര നിസ്സാരക്കാരനാണോ ജി സുധാകരൻ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇന്നിപ്പോൾ നമുക്കറിയാം, ഇതിനു മുൻപ് CPM-ന് നേരെ, CPM-ന്റെ തെറ്റുകൾക്കെതിരെ സംസാരിച്ചിട്ടുള്ള, പിണറായി വിജയന്റെ തെറ്റുകളും പിഴവുകളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു നേതാവ്, അതായത് പാർട്ടിയിലെ തെറ്റുകൾക്കെതിരെ പോരാടിയ ഒരു നേതാവെന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് VS അച്യുതാനന്ദന്റെ കാര്യം തന്നെയാണ്. പിന്നീട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ ജി സുധാകരന്റെ കാര്യം ഉയർത്തി കാണിക്കുമ്പോൾ VS-നെ പോലെ ഒരു നേതാവ് എന്ന് പറയുന്നു. അപ്പോൾ പക്ഷേ പാർട്ടി സെക്രട്ടറിയൊക്കെ പുച്ഛിച്ച് തള്ളുന്ന ഈ പറയുന്ന ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന് വിജയ സാധ്യതയുണ്ടോ? അത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ്. അമ്പലപ്പുഴ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മണ്ഡലമാണ്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുകയും UDF-ന്റെ സ്ഥാനാർത്ഥി മത്സരിക്കാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായും ജി സുധാകരന് ഒരു അവസാന, തന്റെ ജീവിതത്തിലെ അവസാന പൊളിറ്റിക്കൽ ഇന്നിങ്സ് അത് അവിസ്മരണീയമാക്കാൻ ഒരുപക്ഷെ അമ്പലപ്പുഴയിലെ വോട്ടർമാർ കൂട്ടുനിൽക്കും. പക്ഷേ അപ്പൊ UDF ഭരണത്തിൽ വരികയും ചെയ്താൽ ജി സുധാകരൻ ഇവിടെ നിൽക്കും. ഒരു സ്വതന്ത്ര MLA എന്ന നിലയിൽ UDF-നോട് പക്ഷം ചേർന്നില്ല, UDF-ന്റെ വോട്ടുകളായിരിക്കും ജയത്തിൽ നിർണായകമാവുക. തീർച്ചയായും ഒരു പൂർണ്ണ സ്വതന്ത്രനായി മത്സരിക്കുകയും ത്രികോണ മത്സരം അല്ലെങ്കിൽ ചതുഷ്കോണ മത്സരം BJP, CPM, കോൺഗ്രസ് കൂട്ടത്തിൽ ജി സുധാകരനും എങ്കിൽ ഒരുപക്ഷെ വിജയം സുനിശ്ചിതമാണ് എന്ന് പറയാനാവില്ല. പക്ഷെ UDF-ന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കാൻ സാധിക്കും. പക്ഷേ UDF ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ പറയാവുന്ന ഒരു നിലയിലല്ല. കാരണം അത് സുധാകരന് തന്നെ ദോഷം ചെയ്യും. ജി സുധാകരൻ എന്ന വലിയ നേതാവ് ഒരു പേരുദോഷം, കോൺഗ്രസുമായി സമാന്തരമായി സംസാരിച്ചു എന്ന പേരുദോഷം കേൾക്കാൻ ഒരുപക്ഷെ ജി സുധാകരൻ തന്നെ ആഗ്രഹിക്കില്ല. അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി വളരെ കരുതലോടുകൂടി തന്നെയാണ് കരുക്കൾ നീക്കുന്നത്. പക്ഷേ കോൺഗ്രസിന് അവിടെ ജയമോ പരാജയമോ ഉണ്ടാകാം. പക്ഷേ ഇത് കേരളത്തിൽ എമ്പാടും CPM-ന് നൽകുന്ന ഷോക്ക് ചില്ലറയല്ല. അതുപോലെ പല ഈ കുഞ്ഞികൃഷ്ണൻ പിന്നെ വടക്ക് അഴിമതി കഥകൾ പറഞ്ഞുകൊണ്ട് മധുസൂദനെതിരെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. അതുപോലെ പാലക്കാട് ജില്ലയിലെ വിമത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് PK ശശി മുന്നോട്ട് പോകുന്നു എന്ന് വേണ്ട വലിയ രീതിയിലുള്ള റെസിസ്റ്റൻസ് ആണ് പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടിയുടെ പിന്തുണക്കാരിൽ നിന്നും CPM ഇന്ന് ഒരിക്കലുമില്ലാത്ത രീതി. ഇത് വിഭാഗീയത എന്ന് പറയാനാവില്ല, പ്രാദേശികമായ ചില ഫാക്ടേഴ്സ് ആണ്. പക്ഷെ അത് CPM-ന്റെ ഇന്നത്തെ പോക്കിനോടുള്ള വിയോജിപ്പുള്ള, കുറച്ച് മാറി ചിന്തിക്കുന്ന ആളുകൾ, പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് രീതികൾ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ജി സുധാകരനെ പോലെയുള്ള ആളുകൾ, അവരെ പ്രയോജനപ്പെടുത്താൻ UDF തീരുമാനിക്കുകയാണെങ്കിൽ ചില നേട്ടങ്ങൾ UDF-നുണ്ടാകും. പക്ഷെ ഇവരുടെ സ്ഥാനം ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിൽ, ജി സുധാകരൻ എന്ന വിപ്ലവ സൂര്യന്റെ സ്ഥാനം ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിൽ പോകുന്നു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ വിജയിച്ചു വന്നേക്കാം, MLA ആയിരിക്കാം. എന്താണ് ആത്യന്തികമായി സംഭവിക്കുക? അപ്പോൾ ഒരു വർഗവഞ്ചകൻ, കുലംകുത്തി, ശ്രീ പിണറായി വിജയൻ പറയുന്ന പോലെ ഒരു കുലംകുത്തി എന്ന ഒരു പരിപ്രേക്ഷ്യം ഏറ്റുവാങ്ങേണ്ട അവസ്ഥ സുധാകരനുണ്ടോ? അതുകൊണ്ട് ജി സുധാകരനും ഏറെ ചിന്തിച്ചാലോചിച്ച് എടുക്കേണ്ട തീരുമാനം തന്നെയാണിത്. മത്സരിക്കണോ വേണ്ടായോ, മത്സരിച്ചാൽ കോൺഗ്രസ് UDF പിന്തുണ സ്വീകരിക്കണോ വേണ്ടായോ എന്നതൊക്കെ ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിക്കേണ്ടത്. അതോ മരണം വരെ ഞാൻ CPM സഹയാത്രികനായി തുടരും, എന്നാൽ ഇപ്പോഴത്തെ CPM-ൽ അംഗത്വം പുതുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന ഇപ്പോഴത്തെ നിലപാടിനൊപ്പം തുടരുമോ എന്ന് നോക്കിക്കാണേണ്ടതാണ്. ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് PB യോഗം നടന്നിരുന്നു. അപ്പോൾ അവിടെ ഉയർന്നു വന്ന ഒരു പ്രധാന ആവശ്യം പിണറായി നയിക്കണം, പിണറായി മത്സരിക്കണം. ഈ PB എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയനാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം പിണറായി വിജയനാണല്ലോ അവസാന വാക്ക്. അപ്പോൾ ആ ഒരു തരത്തിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇപ്പോഴും ഇവർക്ക് പിണറായി വിജയൻ എന്നൊരു പേര് മാത്രമേ ഉയർത്തി കാണിക്കാനുള്ളൂ? പിൻഗാമിയെ പ്രഖ്യാപിക്കേണ്ട ഒരു സമയമായിട്ടില്ലേ? പക്ഷെ അതിന് തയ്യാറാകുന്നില്ല. അവിടെയാണ് കോൺഗ്രസ്സുകാർ പോലും പരിഹസിക്കുന്നത്, ഇനിയിപ്പോൾ കിടന്നും പിണറായി ഭരിക്കുമോ എന്ന്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകമെമ്പാടും ഒരു വ്യക്തിയുടെ കീഴിലാണ് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത്. സോവിയറ്റ് യൂണിയൻ നോക്കൂ, ലെനിൻ യുഗം, അവിടെ ലെനിൻ മാത്രമായിരുന്നു വിപ്ലവ സൂര്യൻ. അതിനുശേഷം സ്റ്റാലിൻ വന്നു, സ്റ്റാലിൻ യുഗം ആയിരുന്നു. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു വ്യക്തിയുടെ ചുറ്റും കറങ്ങേണ്ട ഗതികേടില്ല എന്നൊക്കെ ട്രഡീഷണൽ മാർക്സിസ്റ്റ് ലെനിനിസം പറയുമെങ്കിലും ഡി ഫാക്ടോ സംഭവിച്ചത് അങ്ങനെയാണ്. ക്രൂഷ്ചേവ് വന്നു, ക്രൂഷ്ചേവായി പാർട്ടി. അങ്ങനെ ആര് വന്നാലും അദ്ദേഹമായി മാറി. ചൈനയിലെ വന്നത് തന്നെയാണ് മാവോ യുഗം, അതിനുശേഷം ഡെങ് സിയോപിങ് യുഗം, പിന്നെ ഹു ജിൻടാവോ യുഗം, ഇപ്പൊ ഷീ ജിൻപിങ് യുഗം. ഇപ്പൊ നിരന്തരം എന്തിന് നോർത്ത് കൊറിയയിൽ പോലും കിം ഉൽ സങ് അല്ലെ,
അതാണ് അദ്ദേഹമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേഴ്സൺസ് വർക്കേഴ്സ് പാർട്ടി എന്നൊക്കെ പറയും പാർട്ടിയുടെ നേതാവ്. അദ്ദേഹത്തിന്റെ മകൻ, പിന്നീട് അദ്ദേഹത്തിന്റെ ചെറുമകൻ ഇപ്പോൾ കിം ജോങ് ഉൻ നേതാവായി വരുന്നു. അപ്പൊ കമ്മ്യൂണിസ്റ്റ് രീതികൾ എന്ന് പറയുന്നത് ഡൈനാസ്റ്റിക് രീതികളാണ്. ചിലയിടത്ത് ഏകാധിപത്യമാണ്, മറ്റു ചിലയിടത്തെ ഒരു വ്യക്തി കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ ഫിൽറ്റേഴ്സ് ഡൗൺ ഫ്രം വൺ പേഴ്സൺ. അതായത് പാർട്ടിയുടെ നിയന്ത്രണം, സർക്കാരിന്റെ നിയന്ത്രണം, സൈന്യത്തിന്റെ നിയന്ത്രണം, നീതിന്യായ വ്യവസ്ഥയുടെ നിയന്ത്രണം എല്ലാം ഒറ്റക്കരങ്ങളിൽ എത്തുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിന്റെ പ്രാവർത്തികമായ രീതി. അങ്ങനെയല്ല സൈദ്ധാന്തികമായി പറയുമ്പോൾ, അങ്ങനെയല്ല കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെയാണ് സ്വാഭാവികമായി മറ്റൊരു നേതൃത്വം ഇതേക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, പിണറായിക്ക് ശേഷം ആരെ എന്ന് പോലും ആലോചിക്കാനാവാത്ത രീതിയിൽ 80 കഴിഞ്ഞാൽ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടെങ്കിലും ഇല്ല എങ്കിലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ഗതികേടാണ്. തങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് വെറുതെ പറയാമെന്നല്ലാതെ പലതും മനസ്സിലാക്കിയിരിക്കുന്നു, ഏറെ മനസ്സിലാക്കിയിരിക്കുന്നു ആളുകൾ. ഈ മനസ്സിലാക്കിയതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്ര നല്ല കാര്യങ്ങളല്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് പിണറായി യുഗം ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപക്ഷെ ഒരു പരാജയം സംഭവിച്ചാൽ ഒരുപക്ഷെ പിണറായി യുഗം അവസാനിച്ചു എന്ന് പറയാം. അപ്പോൾ പുതിയതായി വരുന്നവർ മത്സരിച്ച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റാലിന് ശേഷം വന്ന ക്രൂഷ്ചേവ് സ്റ്റാലിനെ തള്ളിപ്പറയുന്ന തിരക്കിലായിരുന്നു. എത്രത്തോളം വികലമായിരുന്നു കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം, സ്റ്റാലിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. അതുപോലെ മാവോയെ തള്ളിപ്പറഞ്ഞു അവസാനം ഡെങ് സിയാവോപിങ് വന്നപ്പോൾ. മാവോയുടെ കാലത്തെ കൾച്ചർ റവല്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തള്ളിപ്പറഞ്ഞു ഡെങ് സിയാവോപിങ്. അദ്ദേഹമാണ് ചൈനയെ ഒരു ക്യാപിറ്റലിസ്റ്റ് ശക്തി കൂടിയാക്കി മാറ്റിയെടുത്തത്, ഒരു പുതുയുഗ പിറവി കൊണ്ടുവന്നത്. അതുകൊണ്ട് കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകണം. പക്ഷേ ഒരു വ്യക്തിയുടെ കരാളഹത്തത്തിൽ നിന്നും നീരാളിപ്പിടുത്തത്തിൽ നിന്നും പാർട്ടിയെ മോചിപ്പിക്കാൻ പാർട്ടിക്ക് കഴിയുമോ എന്നതാണ് ഇവിടെ വരുന്ന കാതലായ ചോദ്യം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ CPM-ന്റെ തോൽവി, അതിൽ വലിയ ആവേശം കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പ്രതിപക്ഷം. അവർ അധികാരത്തിലേക്ക് വരും. അവിടെ മുഖ്യമന്ത്രിയെ ഇതുവരെ തയ്യാറായിട്ടില്ല, പക്ഷേ ഇപ്പോഴും അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയൊരു തിരിച്ചടി, അതിൽ നിന്നും കൃത്യമായ ഒരു പാഠം ഉൾക്കൊള്ളാനൊന്നും CPM തയ്യാറായിട്ടില്ല. അവരിപ്പോഴും ചിലരെ ഒതുക്കുന്ന ഒരു നീക്കത്തിലാണ്. ഇങ്ങനെ പാർട്ടിയിൽ ഒരു പൊട്ടലും ചീറ്റലും ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ഒരു തുടർ ഭരണം സാധ്യമാണോ? പക്ഷേ ഗംഭീരമായി ഇവർ വികസന പദ്ധതികൾ ഉയർത്തിക്കാണിക്കുകയും വയനാട്ടിൽ വീട് വെച്ചു കൊടുത്തതിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു PR വർക്ക് ഡെവലപ്പ് ചെയ്ത് അത് മോണിറ്റർ ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ CPM-ന് കഴിയുന്നുണ്ട്. തുടർഭരണം സാധ്യമാണോ? ഈ PR വർക്കിലൂടെ മാത്രം എത്രത്തോളം ട്രാക്ഷൻ ലഭിക്കും എന്നതാണ് പ്രശോഭ ഇവിടുത്തെ ചോദ്യം. PR അവർക്ക് ഗംഭീരമായി നടക്കും. ചരിത്രത്തിൽ ഏറ്റവും അധികം PR അവർക്ക് നടന്ന 5 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. ഗവൺമെന്റ് ചെയ്ത ചെറിയ കാര്യങ്ങൾ, ചെറിയ നേട്ടങ്ങൾ പോലും പർവ്വതീകരിച്ച് കാട്ടുകയും, എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതുപോലെ പുരോഗതി, ഇതെല്ലാം തന്നെ നവകേരളം ഏറെ പറയുന്ന, ഇപ്പോൾ എല്ലാ പ്രതിപക്ഷവും പറയുന്നത് അത് തന്നെയാണ്. പുതുയുഗം അല്ലെ, പിന്നെ പുതുയുഗ യാത്ര, അതിന്റെ സമാപനമാണല്ലോ ഇപ്പം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കേണ്ടത്. അപ്പൊ പുതുയുഗം എന്ന് പറയുമ്പോഴും നവയുഗം എന്ന് പറയുമ്പോഴും വികസന മുന്നേറ്റം എന്ന് പറയുമ്പോഴും എല്ലാവരും പ്ലഡ്ജ് ചെയ്യുന്നത് വികസനത്തിനാണ്. പക്ഷേ വോട്ട് നേടാൻ വികസന മുദ്രാവാക്യം മാത്രം മതിയോ? ജനം തലധാര കയറി പരിശോധിക്കില്ലേ? ഇപ്പോൾ വികസനവും ടോളിങ്ങും ഇത് രണ്ടും രണ്ട് തട്ടിൽ വെച്ച് നോക്കേണ്ടതാണ്. വികസനം എന്നത് ഇൻഫ്രാസ്ട്രക്ചർ വികസനം, ശാക്തീകരണം എല്ലാമാണ്. അതേസമയം ജനങ്ങളുടെ അക്കൗണ്ടിൽ വളരെ പെട്ടെന്ന് പണം വീഴുന്ന രീതിയിൽ അത് 100 കോടിയോളം പേർക്കാണ് ക്ഷേമ പെൻഷനുകളുടെ അനുഭവം ഉണ്ടാവുക. കേരളത്തിലെ 3 കോടിയിൽ താഴെ വരുന്ന വോട്ടർമാരിൽ 3-ൽ ഒരാൾ വീതം പെൻഷന്റെ അല്ലെങ്കിൽ ക്ഷേമ പെൻഷന്റെ അല്ലെങ്കിൽ സർക്കാർ ശമ്പളത്തിന്റെ ബെനിഫിഷ്യറീസ് ആണ്. അങ്ങനെ വരുമ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, ഇൻകംബൻസി അഡ്വാൻറ്റേജ് ആണ് CPM-നും LDF-നും ഉള്ളത്. അത് മറക്കാനാവില്ല. പക്ഷെ അത് ഞങ്ങളാണ് ഈ പണം തരുന്നത്. ഇതിൽ സത്യം പറഞ്ഞ ഒരാളെ ഉള്ളൂ, അത് മണിയാശാനാണ്. ഉടുമ്പൻചോലയിൽ നിന്നുകൊണ്ട് MM മണി കൃത്യമായി ഉള്ള കാര്യം പറഞ്ഞു. അത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ, നാട്ടുഭാഷയിൽ, മണിക്ക് കൂടി മനസ്സിലാകുന്ന, മണിയുടെ ഭാഷ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ, ആർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ പോഷ്കാണ്. ജനം ഇത് വാങ്ങി 2 കൈയും നീട്ടി വാങ്ങി അങ്ങ് ഭക്ഷിക്കും. അതിനുശേഷം ചെയ്യാനുള്ളത് ചെയ്യും, അതൊരു ചെയ്ത്തായിരിക്കും. ഇതാണ് പറഞ്ഞു വെച്ചതിന്റെ രത്ന ചുരുക്കം. ഇതല്ലേ സംഭവിച്ചത്? അതിനെ കൃത്യമായി, അതിന് വലിയ സൈദ്ധാന്തികതയുടെ MV ഗോവിന്ദന്റെ സ്റ്റഡി ക്ലാസ് ഒന്നും ആവശ്യമില്ല. മണിയാശാന്റെ എഞ്ചുവടി മതി, അല്ലെങ്കിൽ മണിയാശാന്റെ 1, 2, 3 പ്രയോഗം മതിയാക്കി ഇതൊക്കെ മനസ്സിലാകാൻ. ഇതൊക്കെ ഏത് കൊച്ചുകുട്ടിക്ക് പറയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ജനത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. ക്ഷേമ പദ്ധതികൾ ഇത് സർക്കാരിന്റെ പണമല്ല, നികുതിദായകന്റെ പണമാണ്.
സർക്കാർ ഖജനാവിൽ വരുന്ന സാധാരണക്കാരന്റെ പണം തന്നെയാണ്, നികുതിദായകർ കൊടുക്കുന്ന പണമാണ്. അത് സർക്കാർ എടുത്ത് ഇന്ന കാര്യത്തിന് വേണ്ടി റൂട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അത്രയും മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ സാക്ഷരത നേടി എന്നതാണ് CPM-ന്റെ വലിയ ദുര്യോഗം. അതുകൊണ്ട് ഇത് പാർട്ടി ഫണ്ടിൽ നിന്നും ഞങ്ങളാണ് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഗവൺമെന്റിന്, അത് ഉത്തർപ്രദേശിലൊക്കെ നടന്നേക്കാം, അല്ലെങ്കിൽ ബീഹാറിലോ മധ്യപ്രദേശിലോ ഒക്കെ നടന്നേക്കാം, കേരളത്തിൽ നടക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് നടക്കേണ്ടത്. CPM-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ഗ്രാമപഞ്ചായത്തുകളാണ്. ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാസ് റൂട്ട് ലെവൽ പാർട്ടി എന്ന നിലയിലാണല്ലോ CPM-ന്റെ കേഡർ പ്രവർത്തിക്കുന്നത്. അവിടെ ചലനമുണ്ടാക്കാൻ കാര്യമായി കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിയമസഭയിൽ വലിയ സാധ്യത ഉണ്ടാവില്ല എന്ന് മൊത്തത്തിൽ പറഞ്ഞു വെക്കാം. പക്ഷേ ഇനി വരുന്ന ഏതെങ്കിലും നിർണായക വിഷയങ്ങൾ, അതിൽ ഒരു ടേൺ ഓഫ് ഇവന്റ്സ് സംഭവിച്ചാൽ സ്ഥിതിഗതികൾ മാറിപ്പോകാം. അല്ല എങ്കിൽ UDF-ൽ വലിയ തോതിലുള്ള പടലപിടക്കങ്ങൾ ഉണ്ടാകണം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയോ മറ്റേതെങ്കിലും വിഷയത്തിലോ വലിയ കുതികാൽ വെട്ടുകളും പടലപിടക്കങ്ങളും കാലുവാരലുകളും വിമത പ്രവർത്തനവും ഉണ്ടായാൽ മറ്റൊരു വിധിയാവും ഉണ്ടാവുക. പിന്നെ ഭാരതീയ ജനതാ പാർട്ടി പിടിക്കുന്ന വോട്ടുകൾ ഇപ്രാവശ്യം ആരുടേത് എന്ന ചോദ്യമുണ്ട്. ഭരണവിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോയാൽ, കോൺഗ്രസിനും BJP-ക്കുമായി ചിതറിപ്പോയാൽ, UDF-നും NDA-ക്കുമായി ചിതറിപ്പോയാൽ അതിന്റെ പ്രയോജനവും പിണറായിക്കാണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ സമുദായ വോട്ടുകൾ ഉൾപ്പെടെ വലിയ ചോദ്യചിഹ്നമാണ്. ഈഴവ സമുദായത്തിന്റെ നല്ലൊരു വിഭാഗം മാറി ചിന്തിക്കുന്നു. BJP ലൈനിലേക്കാണ് അവർ പോകുന്നത് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നു. ആറ്റിങ്ങൽ, കൊല്ലം, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളുടെ ഒക്കെ, അതുപോലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഒക്കെ വിധി നോക്കുമ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് കാണാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ചില സൂചനകൾ കാണുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ CPM-ന്റെ കാലിന്റെ ചുവട്ടിലെ മണ്ണ് കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ ഒഴുകിപ്പോയാൽ CPM-ന് എവിടുന്നാണ് ഈ എണ്ണം കിട്ടുക? CPM-ന് യഥാർത്ഥത്തിൽ വലിയ എണ്ണം കിട്ടേണ്ട തെക്കൻ കേരളത്തിൽ നിന്നാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളും അതുപോലെ പാലക്കാട്, കണ്ണൂർ ജില്ലകളുമാണ് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ. അവിടങ്ങളിൽ മലബാർ മേഖലയിൽ മുസ്ലിം ജനസാമാന്യത്തിന്റെ വലിയ പിന്തുണയാണ് ഇപ്പോൾ UDF കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വലിയ നറേറ്റീവായി വരാൻ പോകുന്നു, ഇതാ UDF അധികാരത്തിൽ വരാൻ പോകുന്നു, അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഭരണമായിരിക്കും സംഭവിക്കുക എന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ വാചകങ്ങൾ പാർട്ടി തന്നെ ഏറ്റെടുത്ത്, CPM തന്നെ ഏറ്റെടുത്ത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചാൽ അതെങ്ങനെയാണ് ഇലക്ഷനെ ബാധിക്കുക? ആ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും തുടർഭരണം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ മുൻകൂട്ടി പറയാവുന്ന അവസ്ഥയിലല്ല. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ CPM-നെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, ഭരണകൂടത്തിനെതിരെ, രീതികൾക്കെതിരെ കഠിനമായ ഒരു വികാരമുണ്ട്. അതിനെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയാം. അതിന്റെ പ്രയോജനം സ്വാഭാവികമായി ലഭിക്കേണ്ടത് UDF സംവിധാനത്തിലാണ് എന്നുകൂടി ചേർത്ത് പറയാം. എന്തായാലും ജി സുധാകരനുമായി ബന്ധപ്പെട്ട് അനുനയിപ്പിക്കൽ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അദ്ദേഹം വഴങ്ങുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മറ്റൊരു കാര്യം, LDF-ന് വലിയ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.